പറഞ്ഞതാ. ഓ, മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് ഇത് എവിടെ പോയി കിടക്ക? എടാ കുട്ടപ്പായേ, എടാ ഗേറ്റ് തുറക്കണം മാക്കാനെ. എടാ ഞാനിത് ഇടിച്ചു പൊളിക്കണം. എടാ തുറക്കാൻ. എവിടായിരുന്നു? പുതുപ്പള്ളി വരെ പോയി നിനക്കൊരു പെണ്ണന്വേഷിക്കാൻ. എന്താ പെണ്ണും പിടക്കൊഴിയൊന്നും എനിക്കല്ല ആവശ്യം. ദേ ഞാനൊരു കാര്യം പറയാം. നീ ഒരു പുല്ലും പറയണ്ട, പോയി എടുത്ത് വെക്ക്. ദേ ഞാൻ കളഞ്ഞിട്ട് എന്റെ പാട്ടിന് പോകും. പാതിരാത്രി വരെയുള്ള ഇരിപ്പേ അതെനിക്കൊക്കെ അല്ല. നിന്നോട് ആരാ ഇരിക്കാൻ പറഞ്ഞത്? നിനക്ക് കിടക്കാൻ മേലായിരുന്നു. ഇരിച്ചിരി കൂടുതല. ഒരു ദിവസം ഞാനൊരു പോക്കങ്ങ് പോകും. കഴിഞ്ഞ പെരുന്നാളിനാ പോകാനെത്തില്ല. വരുന്നത് മാതാവിന്റെ പള്ളിയിൽ നേർച്ചയാ. അതിനെങ്കിലും എനിക്ക് അവിടെ എത്തണം. നീ പോടാ. നിന്നാരേലും കെട്ടിയിട്ടോ? എങ്ങോട്ട് പോകുന്ന? എനിക്കും ഉണ്ട് അവിടെ ഇച്ചിരി മണ്ണ്. അതി കളച്ചാ പറിച്ചാ കഴിയാലോ. ഏതായാലും എങ്ങനെ പോട്ടാവേ? നേരം കുറെ ആയില്ലേ, നമുക്ക് വെളുപ്പിനെ വിട്ടേക്കാം. എടാ മാക്കാനെ നിന്നോട് എടുത്ത് വെക്കാനാ പറഞ്ഞത്. അകത്തോടെ നോക്ക്, മേശപ്പുറത്ത് ഇരിപ്പുണ്ട്. ഒരു കോപ്പിലെ ഫോണ്. അവനവിടെ എന്നാ ഉണ്ടാക്കാന്ന് എനിക്ക് മനസ്സിലാകാത്തത്. കേംബ്രിഡ്ജ് എക്സാമിന് പഠിക്കല്ലേ? ഒന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് കാണാൻ പറ്റില്ല, പിന്നെ അനിയനാ പുല്ലാന്നിട്ട് എന്നാ കാര്യം? ഹലോ. ഓ വേണ്ട, ഒരുത്തനും വരണ്ട. അല്ലേലും എനിക്കറിയാം ഞാൻ ഒറ്റയ്ക്കാണെന്ന്. എന്നാടാ ഒളിഞ്ഞു നോക്കുന്നേ? എടാ നിന്നോടാന്ന് വിടാനാ വല്ലവരും. ഓ, ഇനി ഇങ്ങനെയുടെ ഒരു കുറവും കൂടി ഉണ്ടായിരുന്നുള്ളൂ. അച്ഛൻ അവിടെയൊക്കെ തുപ്പി വൃത്തിയേടാക്കല്ലേ. ഇവിടെ അല്ലാതെ പിന്നെ നിന്റെ തലയിലാണോടാ തുപ്പേണ്ടത്? ജോണി എവിടെ? അകത്തുണ്ട്. വിളിക്ക്. ഇപ്പൊ പറ്റത്തില്ല. ഞാൻ വന്നിട്ടുണ്ടെന്ന് പറ. അച്ഛോ, ഞാൻ അച്ഛനെ കാണാൻ അങ്ങോട്ട് വരാനിരിക്കായിരുന്നു. പാലിന്റെ കാശ് വന്നിട്ട് മാസം 2 ഇനി എടുത്തോട്ടെ, എനിക്ക് കണക്ക് കൊടുക്കാനുള്ളതാ. അത് ഞാനും ജോണിയും തമ്മിൽ കൈകാര്യം ചെയ്തോളാം. അച്ഛൻ ഭയങ്കര ഓസാണല്ലോ അച്ഛോ. എടാ പിശാചിന് പറഞ്ഞവനെ, നിന്റെ നാക്കിന് എല്ലില്ലേ? ഒരച്ഛനോട് സംസാരിക്കേണ്ട എങ്ങനെയാണെന്ന് നിനക്കറിയില്ലേ? നീ ജോണിയെ വിളി. എന്റെ അമ്മോ, ഞാനില്ല. ആകെ കലികൊണ്ട് നിൽക്കുക, ഞാൻ എടുക്കത്തില്ല. എന്താ വെള്ളാണോ? ആണെങ്കിൽ സമാധാനം ഉണ്ടായിരുന്നു. ഇത് പച്ചയ്ക്കാ. സാരമില്ല, ഇച്ചിരി ദൂരെ മാറി നിന്ന് ഞാൻ വിളിക്കുന്നെന്ന് പറ. ചെല്ലട കുട്ടപ്പായി. എപ്പോഴും ശുചീകരിക്കട്ടെ. എന്ത് പറ്റി? ഓ ഒന്നുമില്ല അച്ഛോ. അച്ഛൻ തന്നെ പതിവില്ല. 1-2 കാര്യങ്ങളുണ്ട്. നിന്റെ അനുജൻ ബോബിയുടെ ഫോൺ മേടയിലേക്ക് വന്നിരുന്നു. ഇങ്ങോട്ട് കറക്കിയിട്ട് കിട്ടാനിട്ടാ അവൻ അങ്ങോട്ട് വിളിച്ചത്. അവനും അവന്റെ 4-5 കൂട്ടുകാരും ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. ചേടാ, ഞാൻ അവനെ എത്ര നേരം കൊണ്ട് ട്രൈ ചെയ്യുന്നു. ഇതിപ്പോ എപ്പോ എത്തുന്ന? ഇന്നെ. എടാ കുട്ടപ്പായേ, അവര് 4-5 പേരുണ്ടെന്ന്. പലതും വെച്ചുണ്ടാക്കണ്ടേ? ജോണി, ഞാൻ പൊന്നച്ചോ ഇപ്പൊ എന്നോടൊന്നും പറയണ്ട. എന്റെ തലയിലോട്ടൊന്നും കയറത്തില്ല. അച്ഛൻ മേടയിലോട്ടില്ല, ഞാൻ പുറകെ വന്നേക്കാം. എടാ ഇവിടെ വല്ല ഇരിപ്പുണ്ടോ? ഒന്നുമില്ല. അയ്യോ, ഇപ്പൊ എന്നാ ചെയ്യും? അയ്യോ വന്നേ. la 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 la
ചാഞ്ചക്കം തെന്നിയും താളത്തിൽ ചിന്നിയും ആകാശത്താലവട്ട പീലി കെട്ടും ചില്ലുമേഘമേ. ചാഞ്ചക്കം തെന്നിയും താളത്തിൽ ചിന്നിയും ആകാശത്താലവട്ട പീലി കെട്ടും ചില്ലുമേഘമേ. ഓ പ്രാവുകൾ ചേക്കേറുമീ ചുരങ്ങളിൽ വരങ്ങളിൽ കാറ്റോടിയു. പൂന്തുമ്പികൾ വിൺകുമ്പിളിൽ പമ്മിയും പതുങ്ങിയും തേൻ തേടിയോ. നക്ഷത്രങ്ങൾ തേടി നവരത്നങ്ങൾ തേടി സ്വപ്നത്തേരിൽ നിന്നെ കാണാനെത്തുമ്പോ ചാഞ്ചക്കം തെന്നിയും താളത്തിൽ ചിന്നിയും ആകാശത്താളവട്ട പീലി കെട്ടും ചില്ലുമേഘമേ. പാടികൾ പാൽച്ചിപ്പികൾ കുറുനിളം സ്വരങ്ങളായി പൂക്കുന്നു. നീർത്തുള്ളികൾ നീലാംബരി കരൾത്തടം തുടുക്കുവാൻ പാടുന്നു. നക്ഷത്രങ്ങൾ തേടി നവരത്നങ്ങൾ തേടി സ്വപ്നത്തേരിൽ നിന്നെ കാണാനെത്തുന്നു. ഇന്നിനി വരുന്ന കോളില്ല. പിന്നെന്ത് പുല്ലിനാ വിളിച്ചു പറഞ്ഞ് കൊതിപ്പിച്ചത്? പഠിക്കുന്ന പിള്ളേരല്ലേ, സാറന്മാര് ചിലപ്പം വിട്ടു കാണത്തില്ല. അവന്റെ ഒരു കോപ്പിലെ പഠിപ്പ്. അവനിനി IAS പഠിക്കുമ്പോഴും അവൻ എനിക്ക് കൊച്ചാ. നിനക്കറിയോടാ കുട്ടപ്പായി, പപ്പായും അമ്മായും കാർ അപകടത്തിൽ മരിക്കുമ്പോ എനിക്ക് വയസ്സ് 16. അവൻ 2 വയസ്സുള്ള കുഞ്ഞാ. മരണമെന്ന് വെച്ചാ എന്തുവാന്നറിയാത്ത പ്രായം. അവനെയും കൊണ്ട് ഞാൻ നാട്ടിലേക്ക് ഫ്ലൈറ്റ് കയറുമ്പോ അവൻ ഒരു പിടിയുമില്ല. പിന്നെ അറിയിച്ചിട്ടില്ല ഒരു ദുഃഖവും ഒരു പ്രയാസവും. അവന് ഞാൻ പപ്പായും അമ്മായുവാ, ചേട്ടനാ, അടുത്ത ഫ്രണ്ടാ. അല്ലേടാ? അല്ല, അതിനിപ്പോ എന്നാ പറ്റി? ഗോപിച്ചായൻ പറഞ്ഞോ അല്ലാന്ന്? ഇല്ലടാ, അല്ലാന്ന് അവൻ പറയത്തില്ല. അവൻ എന്റെ ചെറുക്കനല്ലേ. കണ്ണടയം വരെ എനിക്ക് തുണ അവനല്ലേ. എന്റെ വല്യപ്പച്ചനെ നിനക്കറിയാവോ? ഈ മണ്ണിന്റെ ഉടമ. അകത്ത് പടം കണ്ടിട്ടുണ്ട്. എന്നെ കൃഷിക്കാരനാക്കിയത് വല്യപ്പച്ചനാ. He was great, greater than the greatest. മരിക്കുന്നതിന് 1 വർഷം